2022 പ്രവീൺ ഗായത്രി എന്ന് പറയുന്ന ഒരു സ്ത്രീനെ ലോഡ്ജ് മുറിയിൽ വെച്ച് കൊലപ്പെടുത്തി. പ്രവീണിന്റെ കാമുകിയായിരുന്നു ആ സ്ത്രീ എന്ന് പറയുന്നത്. പ്രവീണ് വിവാഹിതനായിരുന്നു. അപ്പൊ പ്രവീണ് തന്റെ കാമുകിയായിട്ടുള്ള ഗായത്രിയെ വിവാഹം കഴിക്കാമെന്നും വിവാഹ വാഗ്ദാനമായിട്ട് അവൻ വെട്ടുകാട് പള്ളിയിൽ വെച്ചിട്ട് അവൾക്ക് താലി കെട്ടിക്കൊടുത്തു. ഈ താലി കെട്ടിയിട്ടുള്ള ഫോട്ടോ ഗായത്രി അവളുടെ വാട്സാപ്പിന്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് ഉപയോഗിച്ചു. ഇത് കണ്ട പ്രവീണിന്റെ ഭാര്യ പ്രശ്നമുണ്ടാക്കുകയും അതിനെ തുടർന്ന് പ്രവീണ് തിരുവനന്തപുരത്ത് ജോലി ചെയ്തിട്ടുള്ള സ്വർണ്ണ കമ്പനിയിൽ നിന്നും അവനെ തമിഴ്നാട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. പിന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ. അപ്പൊ ഗായത്രി അപ്പോഴും തന്റെ പ്രൊഫൈൽ പിക്ചറായിട്ട് പ്രവീണ് തനിക്ക് താലി ചാർത്തി തരുന്ന ആ പിക്ചർ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഗായത്രിയോട് പലതവണ പ്രവീണ് പറഞ്ഞു ഈ പിക്ചർ മാറ്റാൻ വേണ്ടിയിട്ട്. അവള് ഫോണിലൂടെ പറഞ്ഞപ്പോൾ കേട്ടില്ല. പിന്നീട് അവളോട് പ്രണയം നടിച്ചിട്ട് അവളെ ഹോട്ടൽ മുറിയിലോട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് അവർ തമ്മിൽ വളരെ വാക്കുതർക്കങ്ങളുണ്ടായി. അവസാനം ഓക്കെ ശരി എന്നെല്ലാം പറഞ്ഞു രമ്യതയിലായി. പക്ഷെ അവൻ പ്രണയം നടിച്ചിട്ട് ചുരിദാറിന്റെ ഷോൾ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ചിട്ട് അവൻ പുറകിൽ നിന്നും പ്രവീണ് ഗായത്രിയെ കൊന്നുകളഞ്ഞു. ഇതാണ് കേസ്. ഇതിന്റെ വിധി 2025 ഉണ്ടായത്. ജീവപര്യന്തം ശിക്ഷയാണ് പ്രവീണ് വിധിച്ചിട്ടുള്ളത്. നമ്മൾ ഇഷ്ടംപോലെ വിവാഹേതര ബന്ധങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസുകളും പത്രമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം. വിവാഹം കഴിച്ചിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും എപ്പോഴും ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നിങ്ങൾ വിവാഹേതര ബന്ധങ്ങളിലോട്ട് എടുത്തു ചാടുന്നതിന് മുമ്പ് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുള്ള പുരുഷനോ സ്ത്രീയോ അല്ല അവരല്ല കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. ഒരു കാലത്ത് നിങ്ങൾ സ്നേഹിച്ചിട്ട് ഉണ്ടായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സമൂഹത്തിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും അവരുടെ കൂട്ടുകാരിൽ നിന്നും എല്ലാ. അച്ഛനും അമ്മയും തൊട്ടപ്പുറത്ത് ഉണ്ടായിട്ട് പോലും അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം നിഷേധിക്കപ്പെടുന്ന അവരുടെ ബാല്യകാലത്തെ കുറിച്ചിട്ട് എപ്പോഴും വിവാഹേതര ബന്ധങ്ങളിൽ എടുത്തു ചാടുന്ന ഒരു പുരുഷനും സ്ത്രീയും ആലോചിക്കേണ്ടതുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് തന്നെ സംസാരിക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യയുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് ഇല്ലാതിരിക്കാം. അതല്ലെങ്കിൽ ഒരു സ്ത്രീയെയോ പുരുഷനെയോ നിങ്ങൾ സമീപിക്കുന്ന ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാം. അതിനാണ് നമുക്കിവിടെ കൗൺസിലിംഗ് സെന്ററുകൾ ഉള്ളത്, സെക്സോളജിസ്റ്റുകൾ ഉള്ളത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് മര്യാദയ്ക്ക് പെരുമാറുകയാണെങ്കിൽ, സ്നേഹത്തോടെ തുല്യതയോടെ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും ഡിനേ ചെയ്യപ്പെടുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പക്ഷെ മനസ്സ് തുറന്ന് സംസാരിക്കണം, സ്നേഹിക്കണം, മനസ്സ് തുറന്ന് പ്രശ്നങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണം. ഈഗോയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനം. നിങ്ങളുടെ ഈഗോയെ നിങ്ങൾ എല്ലായ്പ്പോഴും ഫാമിലി ലൈഫിൽ അപ്ലൈ ചെയ്യരുത്. ഇവിടെ നമ്മൾ അനാവശ്യമായ ആവശ്യത്തിനും എല്ലാം ഈഗോ എടുത്ത് അണിയാറുണ്ട്.